ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൊഞ്ചുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ കൊഞ്ചുകറി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരു പാനൊക്കെ വെച്ച് അതിനകത്തേക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം: ചെറിയ ഉള്ളി, സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാമൊക്കെ എണ്ണ ഒഴിച്ച് നല്ലപോലെ എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതൊക്കെ ഇട്ടൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം ഇത് നല്ല വഴണ്ടി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടെ ചേർക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം ഈ നമുക്ക് സവാള നല്ല വഴണ്ടി വരാൻ വേണ്ടി ജസ്റ്റ് കുറച്ചൊരു നല്ല ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് പെട്ടെന്ന് അത് ഒരു പാകമായിട്ട് വരും. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഈ സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇടുക. ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പരുവം. അതിന് ശേഷം പിന്നെ ഞാനത് തേങ്ങാപ്പാലെന്ന് വെച്ചാൽ തേങ്ങ അരച്ച് വെച്ചാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കും. അതിലേക്ക് ഒഴിച്ചിട്ട് ഞാനിത് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് മസാലയൊക്കെ ചേർക്കുന്നുള്ളൂ. കാരണം ഈ മസാലയെല്ലാം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചാക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നത്. കാരണം എല്ലാം വറുത്ത് വെച്ചാകുന്നതായതുകൊണ്ട് പിന്നീട്ട് വറുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കും. ഇപ്പോൾ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇടാം. അതൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് ചൂടാവാനായിട്ട് വയ്ക്കണം. സാധാരണ ഞാനിതൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ കൊഞ്ചിനെ അതിനകത്തേക്ക് ഇടുകയുള്ളൂ. അപ്പോൾ വെള്ളം നല്ല ചൂടായി വന്നു. അപ്പോൾ ഞാൻ കൊഞ്ചിനെ ഇട്ടു. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇത് മല്ലിയിലയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇട്ടത്. ഈ മല്ലിയില എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയിലയാണ്. ഇത് ശരിക്കും എനിക്കിഷ്ടമായി മല്ലിയില. നല്ല സൂപ്പറായിട്ടോ, നല്ല മണമാണ്. അപ്പോൾ നമ്മുടെ മറ്റേ മല്ലിയിലയെക്കാട്ടിയും കുറച്ചും കൂടെ നല്ലതാണ്. അതൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്തിന് നമുക്ക് വേറെ ചട്ടി വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കടുകിട്ട് പിന്നെ കുറച്ച് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് നമ്മളിപ്പോൾ താളിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് കണക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ കൊഞ്ചി തോരൻ വെച്ചാക്കുന്നതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇത് ഇപ്പോൾ ഓരോ ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് ഉപ്പൊക്കെ പാകത്തിനിടണം. അതുമാത്രമല്ല പിന്നെയെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് നല്ലപോലെ കുറുകി പറ്റി വരണം, ചില ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ അങ്ങനെ പറ്റി വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്രയുണ്ടെങ്കിൽ കറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ അത്രയാക്കി റെഡിയാക്കി എടുത്തതാണ്. പിന്നെ എല്ലാവരും ഇതേപോലെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പക്ഷെ എന്നാലും ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൽ, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.